രഘു, എങ്ങനെയായാലും കൊള്ളാം. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാവാതെ എനിക്കിതൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി. ഇതാ ചേച്ചി, ഇതാ അവരെനിക്ക് കഴിക്കാൻ തന്ന ഔഷധലേഹ്യം. ഇതിന്റെ ഫോട്ടോ എനിക്ക് നീ ഫോണിൽ അയച്ചു തന്നായിരുന്നല്ലോ. ഇത് രണ്ടും കണ്ട എന്ത് തോന്നും? രണ്ട് ബോട്ടിലും ഒരുപോലെ തോന്നും ചേച്ചി. ഇതിനകത്തും ലേഹ്യമാണോ? അതെ, നല്ല ഒന്നാന്തരം ആയുർവേദ കൂട്ടുകൊണ്ടുണ്ടാക്കിയ ലേഹ്യം. ഭാനുമ്മ പരിചയമുള്ള ഒരു വൈദ്യരുടെ കടയിൽ നിന്ന് സെറ്റാക്കി തന്നതാ. ഇനി മുതല് പ്രതിഭ ദേ ഇത് കഴിച്ചാ മതി. ദാ, ഇത് കഴിച്ച നല്ലതാണോ ചേച്ചി? പിന്നല്ലാതെ, നിന്റെ വയറ്റിൽ വളരുന്ന ജീവന്റെ നിലനിൽപ്പിന് ഇത് അത്യുത്തമോ. ധൈര്യമായിട്ട് കഴിക്കാം. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെയും എന്റെ കുഞ്ഞിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം അയച്ചത് അനുചേച്ചിയെ. അതെനിക്കറിയാം. നീ ഒന്ന് ശ്രദ്ധിച്ചാ ഒരു അപകടവും കൂടാതെ മുന്നോട്ട് പോവാൻ പറ്റും. എന്തിനും ഞാൻ കൂടെയുണ്ട്. ആ പിന്നെ ചേച്ചി, രാത്രിയില് സത്യേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് അവനോട് നീ ലേഹ്യത്തിന്റെ ഏലസിന്റെ കാര്യമൊക്കെ പറഞ്ഞോ? അതൊക്കെ സത്യേട്ടനറിയാം. അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്നതനുസരിച്ച് മുമ്പോട്ട് പോകാൻ സത്യേട്ടൻ എന്നോട് പറയുമ്പോ എന്റെ സംശയം ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചേച്ചി? ഇല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ അമ്മ തന്നെയാവും അവനെ ഇങ്ങോട്ട് അയച്ചതല്ലേ? അതെ, അമ്മ പറഞ്ഞിട്ടാ വന്നേന്ന് സത്യേട്ടൻ പറഞ്ഞു. സാരല്ല മോളെ, ഒരു മക്കൾക്കും സ്വന്തം പെറ്റമ്മയെ ഒരു പരിധി വിട്ട് അവിശ്വസിക്കാൻ പറ്റില്ല. അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോ സത്യൻ അവരെ വിശ്വസിച്ചു പോയി കാണും. നീ അത് കാര്യമാക്കണ്ട. നീ നിന്നെ സൂക്ഷിച്ചാ മതി. ഇവിടെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എനിക്ക് സത്യേട്ടന്റെ വീട്ടിലേക്ക് പോയേണ്ടി വന്ന